അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കിഴിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് മൈദ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുഴച്ച് ബൗൾസാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 15 ബൗൾസാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 3 വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത്, 2 പച്ചമുളക്, ചെറിയ ടീസ്പൂൺ 1 ടീസ്പൂൺ ഇഞ്ചി, മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, ചിക്കൻ പൊരിച്ച് ചെറുതാക്കി വെച്ചത്, പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചെറിയ ടീസ്പൂൺ 1 ടീസ്പൂൺ ഇടുക, ഉപ്പ് പാകത്തിന്. പിന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല വഴണ്ട് വരട്ടെ, അതുവരെ നല്ല ഇളക്കി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പൊരിച്ച് മാറ്റി വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളകും പൊടി 1 ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കുക. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ ബൗൾസാക്കി വെച്ച ഒരു ബൗൾസ് എടുത്ത് പരത്തി ഈ ചിക്കൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പ്രസ്സുമെന്നെടുത്ത് 2 ഭാഗവും പൊരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇതാണ് ചിക്കൻ കിഴി. ഇപ്പോൾ നമ്മളെ ചിക്കൻ കിഴി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കി, ചട്ടി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഞാനൊരു 1/2 ലിറ്റർ ഓയിലാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ല ചൂടായി വരട്ടെ. നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചത് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ കോരി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ കിഴി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.